സോ ഇതവരെ സ്ട്രാറ്റജിയാണ്. ടയർ 2, ടയർ 3യിലോട്ട് പോവും. ഇവർ ഈ വണ്ടല്ലൂർ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്യേണ്ട സാധ്യത കൂടുതലാണ്. വേർ ദർ ഈസ് കോമ്പറ്റീഷൻ ലെസ്, അതിന് കുറവായിരിക്കണം. അവരുടെ ഗ്രോത്ത് ഒരളവായിട്ട് ഇരിക്കും. സാർ എന്റെ സംശയം ഇത് എന്തെന്ന് വെച്ചാൽ ഒരു 10 സ്വർണ്ണക്കട ഇരിക്കുമ്പോൾ സാർ കൂടുതൽ ചെല്ലുവാണെങ്കിൽ ഒരു 10 15 ഇരിക്കും. ആയിരക്കണക്കായിട്ടുള്ള നഹക്കറ ഇരിക്കുന്നു. ഓ സാർ നോ. ഇപ്പൊ ആനന്ദ് സാർ പോയി ഒരു സ്വർണം എടുക്കണം എന്ന് വിചാരിക്കുവാണെങ്കിൽ വേറെ ഒരു സംശയമില്ലാതെ തനിഷ്കിലോട്ട് പോകും. അതിൽ ഏതൊരു മാറ്റവും ഇല്ല. അപ്പോ തനിഷ്ക് എന്ന ഒരു കാര്യത്തെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പോയെങ്കിൽ നിങ്ങൾ ഒരു 10 കടയെ ചിന്തിക്കുമോ സാർ? ലൈഫിൽ 2 പേരെടുത്താണ് ഞാൻ ഗോൾഡ് വാങ്ങിയിരിക്കുന്നു. ഇപ്പൊ 3. ഒന്ന് വന്നിട്ട് എൻ്റെ ഫാമിലി ജ്വല്ലറിൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നു. തനിഷ്കിലോട്ട് ചെന്നു. എൻ്റെ അമ്മ ഇരിക്കുന്ന സമയം ഫാമിലി ജ്വല്ലറിൻ്റെ അടുത്ത് നിന്ന് അപ്പപ്പോൾ വാങ്ങും. മെയിൻലി തനിഷ്ക്. ഇപ്പോൾ ഫാമിലി ജ്വല്ലറിൻ്റെ അടുത്ത് പോകണതില്ല. തനിഷ്കും തങ്കമയിലും. ഈ തങ്കമയിൽ എന്തെന്ന് വെച്ചാൽ എനിക്ക് അവർ പേഴ്സണൽ ഫ്രണ്ട്, അതുകൊണ്ട് അവരില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് തനിഷ്കാണ്. ഓ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണക്ക് വെച്ച് നോക്കിയാലും ആനന്ദ് സാറിന് ധനീഷ് തങ്കമ്മയിൽ 2 പേർ ഇരിക്കുന്നു. ഓക്കെ ഫൈൻ. അത് രണ്ടും ഇല്ലെങ്കിൽ എങ്ങനെ കണക്ക് വെച്ച് നോക്കിയാലും ഒരു 10 സ്വർണ്ണക്കട കിട്ടുമാ സാർ? 10ൽ 5 തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നോക്കിയാലും അത് കയറാൻ തന്നെയല്ല പോകുന്നു സാർ. ഇങ്ങനെ നോക്കിയാലും അങ്ങനൊന്നുമല്ല. മാർക്കറ്റ് എങ്ങനെ ആകുമെന്ന് വെച്ചാൽ 24 ക്യാരറ്റ് വരയ്ക്കും വന്നിട്ട് 18 ക്യാരറ്റ് ഗോൾഡിന് ലോൺ തരുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് ഈ 14 അല്ലാതെ 9 ക്യാരറ്റിന് വരുമെന്ന് പറയുന്നു. ഇങ്ങനെ ലോൺ കൊടുക്കാൻ തുടങ്ങിയെങ്കിൽ പിന്നെ സിൽവറിന് കൊടുക്കാൻ തുടങ്ങണം. നീ പറഞ്ഞതുപോലെ വരുവാണെങ്കിൽ ഈ കടകളൊക്കെ, അതായത് നോർമലായിട്ടുള്ള കടകളൊക്കെ സിൽവറിലും 14 and 9 ക്യാരറ്റിലൊക്കെ സ്ട്രോങ് അല്ല. ഓൾറെഡി മിയ ബ്രൈൻ ടൈറ്റൻ തുടങ്ങിയിരിക്കുന്നു. മിയ എന്ന് പറയുന്നത് മൈൻ, ഇറ്റാലിയയിൽ മൈൻ, ഇറ്റാലിയനിലെ മൈൻ എന്നാണ് പൊരുൾപ്പെടുന്നത്. തുടങ്ങിയത് ഓൾറെഡി 1000 crores ബാൻഡ് ആയിരിക്കുന്നു. അതുപോലെ താഴത്തെ ലെവലിൽ ക്യാരറ്റ് ലൈനിൽ വെച്ചും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു. ക്യാരറ്റ് ലൈനും മിയയും ഫാസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ആണ്. ക്രിയേറ്റിംഗ് എ ഡിഫൻസീവ് മോഡ് ഫോർ തനിഷ്ക്. എന്ത് ചെയ്യും? ക്യാരറ്റ് ലൈൻ, മിയ, തനിഷ്ക്. തനിഷ്കിൻ്റെ മുകളിൽ സോയാൻ ഒന്ന് വച്ചിരിക്കുന്നു. മിനിമം 25 ലക്ഷം രൂപയാണ്. അതിന് കുറവായിട്ട് അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റൂല. ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ സെഗ്മെന്റ് ചെയ്ത് എല്ലാത്തിനെയും തനിയായിട്ട് പിരിച്ചിരിക്കുന്നു. വിവാഹം വച്ചിരിക്കുന്നല്ലേ? സിവ ഈ ഒവ്വൊരു സ്റ്റേറ്റിനും തനിത്തനിയായിട്ട് ജുവൽസ് സ്വന്തം വച്ചിരിക്കുന്നല്ലേ സാർ? തോന്നിട്ട് കല്യാണത്തിനാണ്. അവർ എന്ത് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിനായി ഓവറോൾ വെളിനാട്ടിനും മിഡിൽ ഈസ്റ്റിനും ഒക്കെ തമാസ് നിന്ന് വാങ്ങിയിരിക്കുന്നു. അവർ കംപ്ലീറ്റ് ആയിട്ട് സെഗ്മെന്റൈസ് ചെയ്തിരിക്കുന്നു. ഒന്നൊന്നിലും അവർക്ക് റിമോട്ട് ഇരിക്കുന്നു. രമേശ് ഷെരീഫ് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ഒരു വലിയ നമ്പർ അവർ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഏത് മാർക്കറ്റിലും അവർ നമ്പർ 1 അല്ല സാർ, ബട്ട് എല്ലാ മാർക്കറ്റിലും അവരുണ്ട്. 200 സിറ്റിയിൽ ഇരിക്കുന്നവർ ഓവറോളാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവരാണ് നമ്പർ 1. പാട് ദിവസം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പം ചെയ്യുന്നതെന്ന് എനിക്കറിയാനില്ല. ആ ഗോൾഡിന് 200 രൂപ എക്സ്ട്രാ വാങ്ങിക്കൊണ്ടിരുന്നു. അത് ഇപ്പം എനിക്കറിയത്തില്ല അങ്ങനെ വാങ്ങണമെന്ന്. ഇപ്പം കുറച്ച് റേറ്റ് കൂടുതലാണ് സാർ. എന്ന് വെച്ചാൽ വില കുറവായിരിക്കുമ്പോൾ 200 രൂപ എക്സ്ട്രാ വിശ്വസിച്ച് വാങ്ങാം. അപ്പോൾ അവർക്ക് മാർജിൻ കൂടുതലാണ്. കമ്മയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ലോ മാർജിൻ അത്രയും കൊടുക്കും. 4% തന്നെ അവർ വെച്ചിരിക്കും. പ്രൈസ് ഫോർ ഇയർ. ഈ പ്രൈസ് ഇപ്പോൾ കല്യാണം വന്ന് has to be premium or a price for year. പ്രൈസ് ഫോർ ഇയർ ആയിരുന്ന ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യാൻ പറ്റും. അവരെന്തുകൊണ്ട് ഫ്രാഞ്ചൈസി ബിസിനസ്സിനകത്ത് വന്നെന്നാൽ അവർ ഹ്യൂജ് മാർജിൻസ് ഇരുന്നു. പക്ഷെ നീ ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യുന്നു. പിന്നെ അവർക്കൊരു കടനുണ്ട്. ആ കടൻ എന്ത് പറയുന്നു എന്നാൽ ആ റിയൽ എസ്റ്റേറ്റ് ഒന്ന് ഇരിക്കുന്നു പോലും അതിനെ വിറ്റ് കടന തീർക്കാമെന്ന് പറയുന്നു. അവർക്ക് വാൺകപ്പ് പിൻകേഴ്സിന്റെ ഹെവി ബാക്കിംഗ് ഇരിക്കുന്നു. ഒരു സിനിമ ഡയലോഗ് അറിയാമല്ലോ സാർ. ഞാൻ ചുറ്റി വളച്ചൊന്നും ചോദിക്കുന്നില്ല, സ്ട്രെയിറ്റാ ചോദിക്കുന്നു. I-10 തങ്കമയിൽ പോലെ ഇപ്പൊ ഇരിക്കുന്ന എന്തെങ്കിലും ഒന്നിലൊന്നും പറയാം. ഇരിക്കുന്നതിലൊന്നും അങ്ങനെ തോന്നുന്നില്ല. അറിയാമെങ്കിൽ ഞാൻ പറയാം. എന്നുവെച്ചാൽ എനിക്ക് ഈ ടൈറ്റൻ ആൻഡ് തങ്കമയിലിൽ പ്രൊമോട്ടർ അറിയാം. പക്ഷെ വേറെ ആരെയും എനിക്ക് പ്രൊമോട്ടർ അറിയത്തില്ല. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറയത്തില്ലെന്ന് പറയുന്നല്ലേ? എനിക്കറിയത്തില്ല. ഓക്കെ സാർ, നില്ല എന്നിടട്ടാ സാർ. എന്നും നിങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ വെച്ച് കയറ്റി വെച്ചിരിക്കുന്നു. അതെ, എന്താണ് സാർ കാര്യം നടക്കുന്നു? അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നാട്ടിൽ ഈ ബാങ്കിനെ വെച്ച് കയറ്റാൻ പറ്റൂല. അതായത് അമേരിക്കയിൽ ബാങ്കിനെ വെച്ച് S&P 500 കയറ്റാൻ പറ്റൂല. എക്കോണമി എന്തിരിക്കുന്നു അതിനെ തന്നെ നിഫ്റ്റി വന്നിട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ വന്ന് ബാങ്കിങ് ഈസ് നോട്ട് 35% ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇത് കാരണം ബാങ്ക് നിഫ്റ്റി ഈസ് ദ വലിയ കോമ്പണന്റ് ഓഫ് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ നിങ്ങൾ പുഷ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിഫ്റ്റി കയറും. ബാങ്ക്സ് ആർ നോട്ട് എ മേജർ. എക്കോണമിയിൽ നടക്കുന്നതിനും നിഫ്റ്റിയിൽ നടക്കാനിരിക്കുന്ന കണക്ഷൻ ബ്രേക്ക് ആവും.
അടുത്തത് എന്ത് ചെയ്യുന്നു എന്നാൽ അവർ ഐ.ടിയിനും പിന്നെ ഫാർമയിനെയും കൂടെ ചേർക്കുന്നു. സോ ഐ.ടി, ഫാർമ ആൻഡ് ബാങ്ക് വന്നിട്ട് ക്കും അതിന് ബന്ധമില്ല. ഐ.ടിയുടെ ബിസിനസ്സൊക്കെ അമേരിക്കയിലിരിക്കുന്നു. ഫാർമ വെളിനാട്ടിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ബാങ്ക് അത്രയും പേരിനെ സപ്രസ് ചെയ്യുന്നില്ല. ഇവരൊക്കെ ലിസ്റ്റായ ബാങ്ക്സ് ആണ്. ഇതിനെ വെച്ച് നിങ്ങൾ ഇൻഡെക്സിനെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഇസ് ഡയറക്ട്ലി നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യാസ് എക്കോണമി. ഓഫ് കോഴ്സ് അതർ കമ്പനീസ് ഒക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യും. ബട്ട് ഇത് മൂന്നുമാണ് ഇതിലുള്ള ഇൻഡെക്സ്. ഇത് കാരണമാണ് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി വെച്ച് ഏറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാരണം അല്ലേ? അതെ, ഒന്നുമേ സംബന്ധമില്ലാതെ പബ്ലിക് സെക്ടർ സ്റ്റോക്കിനൊക്കെ വാങ്ങും. ഇത് കാരണം ബാങ്ക് നിഫ്റ്റി കയറും, ഇൻഡെക്സ് കയറും. പക്ഷെ ആ സ്റ്റോക്ക് വന്നിട്ട് നിഫ്റ്റി 50 ഇരിക്കും അല്ലേ? അതെ, നിഫ്റ്റി 50 ഇരിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ ഇരിക്കുന്നതിന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കയറ്റും. നിഫ്റ്റി 50 ഇരിക്കും. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഏറാൻ തുടങ്ങും അല്ലേ? ഓക്കെ സർ, അണ്ടർസ്റ്റുഡ്. സർ, നിങ്ങൾ ഒരുപാട് കാലത്തിന് മുമ്പ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ജുവല്ലേഴ്സ് പ്ലസ് ചെയ്യുന്ന കമ്പനി ഒരു ഹെഡ്ജ് ഡയഗ്രാം ഒന്ന് പറഞ്ഞു. അതിനെ ഷാർട്ടായിട്ട് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഗോൾഡ് റേറ്റ് വിളുന്നോണ്ടേയിരിക്കുന്നു, സ്വർണ്ണക്കടയുടെ റേറ്റൊക്കെ ഏറിക്കൊണ്ടേയിരിക്കുന്നു. പ്ലസ് ചെയ്യേണ്ട കമ്പനീസ് എക്സാമ്പിൾ മണപ്പുറം, ഈ മുത്തൂറ്റ് പോലത്തെ കമ്പനീസ് ഒക്കെ ഇപ്പോൾ അതിനൊക്കെ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ചിന്തിക്കാനൊന്നുമില്ല, അതിനെ സൂക്ഷിച്ചു വെച്ചോ. എന്തെന്ന് വെച്ചാൽ 10 കൊല്ലമായിട്ട് നല്ല റേറ്റ്. ഇപ്പോൾ ഇത് ഇൻഫാക്ട് ബെറ്റർ. ഇപ്പോൾ ഇത് എന്താവും എന്നാൽ സൈക്കിളെ ഇങ്ങനെ തന്നെ ഗോൾഡ് വാങ്ങും ജനങ്ങൾ. ആളെ കടന് കാശ് ആവശ്യപ്പെടുവാണെങ്കിൽ ഈ ഗോൾഡിനെ പ്ലഡ്ജ് ചെയ്യും. ഗോൾഡ് വാങ്ങുന്നത് കുറേ കാലം 15,000 രൂപയിൽ ഇരുന്നു. ഇപ്പം അത് 13,000-നാണ് എത്തിയിരിക്കുന്നത്. ഒരു പൗണ്ടിന് 1,50,000 ചെല്ലേണ്ടത് ഇപ്പോൾ 1,20,000-ന് വന്നിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ പോയി വാങ്ങും. അങ്ങനെ വാങ്ങുവാണെങ്കിൽ ഈ കമ്പനിക്ക് മാർജിൻ എന്ന കാരണത്താൽ തന്നെ എല്ലാവരുടെ സ്വർണ്ണക്കടയുടെ വാല്യൂ ഏറാൻ പോകുന്നത്. ഈ ഗോൾഡിൻ്റെ വില ഇങ്ങനെ പീക്കിൽ പോകുന്ന സമയം മുമ്പേ തന്നെ ടൈറ്റൻ 2012 എന്തോ മിയാൻ ഒരു ബ്രാൻഡ് തുടങ്ങി. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു മിയാൻ മൈൻ. സോ എന്ത് ചെയ്യുന്നു എന്നാൽ പീപ്പിൾ ആർ പ്രിപ്പയറിംഗ് ഫോർ ലോവർ ലെവൽ ഓഫ് ഗോൾഡ്. എന്താകുമെന്നാൽ ഗോൾഡ് ജുവലറിയിൽ ഈ സ്റ്റോക്സ് എന്തുകൊണ്ട് വളരെ ബീറ്റനാകൂല എന്നാൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബൈങ് 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, ദെൻ 11 ക്യാരറ്റ് ആൻഡ് 9 ക്യാരറ്റ് വരയ്ക്കും അവർ ഇറങ്ങും. ബട്ട് ബാങ്കിൽ 18 ക്യാരറ്റ് വരയ്ക്കും തന്നെ ഫൈനാൻസ് ചെയ്യുന്നു. ബട്ട് പെട്ടെന്ന് 14-നെയും 9-നെയും ഫൈനാൻസ് ചെയ്യുന്നത് പോലെ ആവും. പക്ഷെ അത് ഈ 6 മാസത്തിൽ നടക്കൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഇറാൻ വാർ, ഇനിയാണ് വന്നിട്ട് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അൺസർട്ടനിറ്റി. ഇത് രണ്ട് വന്നിട്ട് ഗോൾഡിനെ ക്യാപ്പ് ചെയ്യും. മേളിൽ പോകാതെ ഇത് ക്യാപ്പ് ചെയ്യും. ബോട്ടമിലും ഒരളവ് എന്തുകൊണ്ട് ഇത് ചെല്ലുന്നു എന്നാൽ നല്ല ഗോൾഡ് വീഴുന്നത് മാത്രം തന്നെ നിങ്ങൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഈ 95.30 ഇരുന്ന് 96.30 മാറിയിരിക്കുന്നു. സോ എവറി പാസിംഗ് മന്ത് എക്സ്പോർട്ട് കുറവായിട്ടും ഇമ്പോർട്ട് ഭയങ്കര കൂടുതലായിരിക്കുന്ന കാരണം റുപ്പിയുടെ മുകളിൽ പ്രഷർ ഇരിക്കും. സോ റുപ്പിയും കുറയും. അങ്ങനെ നോക്കുമ്പോൾ ഗോൾഡിന് ഒരു ഫ്ലോർ ഇരിക്കും. സോ ഒരുമാതിരി ഒരു അനക്കം വരുവാണെങ്കിലും കൂടെ ഗോൾഡ് വളരെ വെളിവില്ല, അതും ഇൻ റുപ്പി ടേംസ്. ബട്ട് വേറസ് ഇൻ ഡോളർ ടേംസ് $2,000 തിരികെ പോകും. എന്നാൽ ഇപ്പോൾ $6,000 തിരികെ പോവുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഒരു 20-21 നോട്ട് ചെല്ലും. അതെ, 1 ഗ്രാം. എന്തെന്ന് വെച്ചാൽ അത് 80 നിന്ന് 90 രൂപയ്ക്ക് ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ഗ്രാമിൻ്റെ വില ഏറും. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണമെന്നാൽ ഗോൾഡ് ഒരു ലെവലിൻ്റെ മുകളിൽ താഴെ പോവില്ല, ഫ്ലാറ്റായിരിക്കും, കുറച്ച് ഡിക്ലൈനിങ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ഈ ജ്വല്ലറി ഗെയിൻ സെയിൽസ് ഇരിക്കും എന്നാൽ പീപ്പിൾ വിൽ ഗോ ടു ലോവർ ലെവൽ ഓഫ് ഗോൾഡ്. എട്ടിനെ പോയി സ്വർണ്ണത്തൊക്കെ തിരിച്ചെടുക്കും. ക്യാരറ്റിൽ നിന്ന് പിടിക്കും. മിയ അങ്ങനെ രണ്ടിരിക്കുന്നു. സോ അത് ലോവറാ പോവും. ഡൽഹിയിലൊക്കെ ഓൾറെഡി പീപ്പിൾ ആർ ബൈയിങ് 9 ക്യാരറ്റ് ഗോൾഡ്. ഇങ്ങനെയാണ് ഗോൾഡ് ഇരിക്കും. ഇതിനെ പ്ലഡ്ജ് ചെയ്യുന്നത് വന്നിട്ട് കമ്പനീസ് അതന്നെ മുത്തൂറ്റ്, മണപ്പുറം, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക് ഒക്കെ. സോ ഈ സൈക്കിൾ വിൽ കീപ്പ് ഓൺ കണ്ടിന്യൂയിങ് ആൻഡ് യു വിൽ കീപ്പ് ഓൺ മേക്കിംഗ് മണി ടിൽ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഡോളറിന് ഒരു അളവിൻ്റെ മേളിൽ വില്ലാമിട്ട് 110-115 എന്നായി നമ്മളെ എക്സ്പോർട്ട് ഇമ്പ്രൂവ് ആവണം. എക്സ്പോർട്ട് നിങ്ങളടുത്ത് രണ്ട് തന്നെ മെയിനായിരിക്കുന്നു. ഫാർമ ആയിരിക്കുന്നു, ഇനിയൊന്ന് IT സർവീസ്. അതന്നെ IT സർവീസ് ഇരിക്കുന്നു. അത് കാര്യം എന്തെന്ന് വെച്ചാൽ ഓട്ടോമൊബൈലിൽ 2 വീലർ ഓട്ടോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈക്സ്, സ്കൂട്ടേഴ്സ്, 3 വീലേഴ്സ് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടുവാണെങ്കിൽ ഈ 3 സെക്ടറിൽ നമ്മൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാം. അതിന് റുപ്പി ഹാസ് ടു ബിക്കം കോമ്പറ്റീറ്റീവ്. ഓക്കെ സർ, ഗോൾഡിന്റെ റേറ്റ് എന്തുകൊണ്ട് കുറയും, എങ്ങനെ കുറയും എന്നത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ നന്ദി സർ.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.